യൂട്യൂബിൽ ദിനം പ്രതി നിരവധി ചാനലുകൾ ആരംഭിക്കാറുണ്ട്. എന്നാൽ ഇതിൽ സക്സസ് ആകുന്നത് വളരെ ചുരുക്കം ചാനലുകൾ മാത്രമാണ്. യൂട്യൂബ് വരുമാനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങുന്ന ചാനലുകളാണ് യൂട്യൂബിൽ പരാജയപ്പെടുന്ന മിക്ക ചാനലുകൾ. എന്നാൽ യൂട്യൂബിൽ എങ്ങനെ സക്സസ് ആകാം? മീഡിയ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സക്സസ് ആകുവാൻ വേണ്ടി സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1, പാഷൻ. നമുക്കൊരു കാര്യത്തോട് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കാര്യം നേടുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം മറികടന്ന് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. യെസ്, അതുപോലെ ഒരു പാഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്രിയേഷനോടുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കൂ. ഈ ഒരു പാഷൻ നിങ്ങൾ കൊണ്ടുവരുവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വീഡിയോസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. ചിലപ്പോൾ അത് ആർട്ടായിരിക്കാം, നിങ്ങളുടെ മറ്റേതെങ്കിലും കഴിവായിരിക്കാം, എന്തുമായിക്കോട്ടെ. നിങ്ങൾ പാഷനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മേഖലയിൽ വീഡിയോ ചെയ്താൽ വീഡിയോ ക്രിയേഷൻ ഒരിക്കലും ബോറിംഗ് ആയിട്ട് തോന്നുകയില്ല. അതുപോലെ തന്നെ പാഷനായുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു തരത്തിലുള്ള റിവാർഡും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ക്രിയേഷനും റവന്യൂ പ്രതീക്ഷിക്കാതെ നമുക്ക് വീഡിയോസുകൾ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ടിപ്പ് നമ്പർ 2, കൺസിസ്റ്റൻസി. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൃത്യമായി അത് സ്ഥിരതയോടെ ചെയ്തില്ലെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണമായി വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് യൂട്യൂബിലും. കൺസിസ്റ്റൻ്റായി വീഡിയോ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വിജയം നമ്മുടെ ചാനലിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കില്ല. ക്ലാസ്സിൽ ഒന്നാമനായ വിദ്യാർത്ഥി അതാത് ദിവസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേ ദിവസം തന്നെ ഇരുന്ന് പഠിച്ചു തീർക്കുവാനായി ശ്രദ്ധിക്കുന്നു. അവൻ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്നത് അവൻ്റെ കൺസിസ്റ്റൻസി കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ സക്സസ് ആകണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട 2ാമത്തെ റൂളാണ് കൺസിസ്റ്റൻസി. ആഴ്ചയിൽ ഒരിക്കലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെല്ലാം എന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അങ്ങനെ. ടിപ്പ് നമ്പർ 3, സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് സപ്പോർട്ടിന് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് കഴിയുമെന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള വാക്കുകളായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഏറ്റവും കൂടുതൽ പറയുക. ആദ്യമായി ഒരു ചാനൽ തുടങ്ങുമ്പോൾ അത് വേഗത്തിൽ ഗ്രോ ചെയ്യുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കുറഞ്ഞ വ്യൂസും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കാണുമ്പോൾ തളരാതെ എന്നെ കൊണ്ട് സാധിക്കും, സക്സസ് ആകുവാൻ വേണ്ടി സാധിക്കും എന്നുള്ള സെൽഫ് കോൺഫിഡൻസിന് മാത്രമേ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവൻ ജനിക്കുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റ് നടക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം കമന്ന് കിടക്കും, അതിനുശേഷം മുട്ടിലെഴയാൻ വേണ്ടി തുടങ്ങും. മുട്ടിലെഴഞ്ഞ് ചെറിയ തപ്പി തടഞ്ഞ് എണ്ണിട്ട് നടക്കുവാൻ വേണ്ടി നടക്കുന്ന സമയത്ത് പലതവണ അവൻ താഴെ വീണാലും അവനെ കൊണ്ട് കഴിയുമെന്നുള്ള ഒറ്റ ആ ഒരു വിശ്വാസത്തെ അവൻ നടന്ന് നമ്മളെപ്പോലെ നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. നമ്മൾക്ക് കഴിയുമെന്നുള്ള ഒറ്റ വിശ്വാസം നമ്മൾ കൈവിടുന്നിടത്തോളം കാലം നമുക്ക് സക്സസ് ആകുവാൻ വേണ്ടിയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതുപുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.